എനിക്ക് എന്നെ കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള വേഷത്തിലാണ് കേട്ടോ ഇന്ന് ഞാൻ സാരിയിലാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണത്തിന് പോകാനുണ്ട്. എനിക്കിടയ്ക്കൊക്കെ വരുന്ന ഭ്രാന്താണ് കേട്ടോ സാരി ഉടുത്തിട്ട് കല്യാണത്തിന് പോകാമെന്നുള്ളത്. അങ്ങനെ ഇന്ന് സാരി ഉടുത്തിട്ടാണ് കല്യാണത്തിന് പോകുന്നത്. ഈ ഒരു സാരിക്ക് ഒരു 7-8 വർഷം പഴക്കമുണ്ട് കേട്ടോ. അതായത് എൻ്റെ സാൻവി മോള് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എനിക്ക് വാങ്ങിച്ചൊരു സാരിയാണ് കേട്ടോ ഇത്. ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ബ്ലൗസും തന്നെയാണ് കേട്ടോ ഇന്നും യൂസ് ചെയ്യുന്നത്. അതിന്നും പുത്തം പോലെ കൊണ്ട് നടക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. കാരണം ഒരു പ്രത്യേകതരം ഓർമ്മയുള്ള സാരിയാണ്. അങ്ങനെ നമ്മൾ കല്ലേരി ഓഡിറ്റോറിയത്തിലെത്തി. അപ്പം നമ്മളുടെ കല്യാണം ഇന്ന് കണ്ണൻ്റെ റിസപ്ഷനാണ് കേട്ടോ. കണ്ണനെ കൊണ്ട് പറയാനാണെങ്കിൽ ഡെയിലി വിളിക്കാറോ പറയാറോ ഇല്ലെങ്കിലും ഒരു ബ്രദർ സിസ്റ്റർ അല്ലെങ്കിൽ ലാലോട്ടനായിട്ട് ഒരു ബ്രദർ റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കുന്ന ഒരാളാണ് കേട്ടോ. ഒരു ഫ്രണ്ട് എന്നൊന്നും പറഞ്ഞാൽ കുറഞ്ഞു പോവും. അങ്ങനെ ഇതേ കല്ലേരി ഓഡിറ്റോറിയത്തിലെത്തി ഫാമിലി മൊത്തം ഉണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ ക്യാമറാമാൻ വികമോളാണ്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടികളിലേക്ക് നീങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഓരോ ചായയും ബിസ്ക്കറ്റും ഒക്കെ അവിടെ നിന്ന് കുടിച്ച് സാൻവി തപ്പിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കല്യാണത്തിന് പോയപ്പോൾ ഐസ്ക്രീം ഉണ്ടായിരുന്നല്ലോ, അതിവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഐസ്ക്രീം ഇല്ലായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ മുകളിലേക്ക് പോയി. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത് കല്യാണ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കാര്യമായിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഇതിലില്ല കേട്ടോ. വികമോളോട് വിട്ടു പോയതായിരിക്കാം. എൻ്റെ കയ്യിൽ ഫോണും ഇല്ലായിരുന്നു. അപ്പോൾ അതെ ഞങ്ങൾ മേലെത്തി. അറിയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റേജിൽ പോയി പെണ്ണിനെയൊക്കെ പരിചയപ്പെട്ടു. അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴാണ് ഞാൻ അവരുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫോട്ടോസോ വീഡിയോസോ ഇല്ല എന്നുള്ളത് ശ്രദ്ധിച്ചത്. കുഴപ്പമില്ല, പിന്നീട് ഒരിക്കൽ അവർ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. അപ്പോൾ സ്റ്റേജിൽ നിന്ന് എന്നോട് പറയുന്നുണ്ടായിരുന്നു, അശ്വതീച്ചിയെ ഫുഡ് കഴിച്ചിട്ട് അഭിപ്രായം പറയണേ എന്നുള്ളത്. കിടിലം ഫുഡായിരുന്നു കേട്ടോ. എന്തായാലും എല്ലാം ഒന്നിനൊന്നും മെച്ചാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് പോന്നേ. അപ്പോൾ ശരി, ബായ്.